നമസ്കാരം പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് വലിയൊരു ഹാപ്പി ന്യൂ ഇയർ കൂടി നേരുകയാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ നമ്മുടെ വിശിഷ്ടാതിഥി ജയസുരൻ സാർ, പുതുവത്സര ആശംസകൾ. സർ, എന്താണ് സർ ശിവഗിരിയിലൊക്കെ സമ്മേളനം, 92ാമത് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ പ്രസംഗിച്ച പിണറായി വിജയൻ ശ്രീനാരായണ ഗുരുദേവനെ സഖാവാക്കുന്ന ഒരു തിരക്കിലൊക്കെയാണ് എന്ന് നമ്മൾ കണ്ടു. മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നു, സനാതന ധർമ്മവുമായി ശ്രീനാരായണ ഗുരുവിന് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹത്തിന് ബന്ധമുള്ളത് ഏതൊക്കെ വിഷയത്തിലാണ് സർ? എങ്ങനെയാണ് സർ ഈ ഒരു വിഷയം നോക്കി കാണുന്നത്? അദ്ദേഹം സഖാവ് ഗുരുദേവൻ, സഖാവ് നാരായണൻ എന്നൊന്നും വിളിക്കാതിരുന്നത് ഭാഗ്യം. കാരണം ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ സഖാക്കളൊക്കെ സംഘികളായിക്കൊണ്ടിരിക്കുന്ന വെപ്രാളത്തിൽ ആണ് അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അണികൾ എന്ന് പറയുന്നത് ഏതാണ്ട് 80% ഈഴവരാണ്. ഈഴവ സമുദായത്തിനിടയിൽ ഇപ്പോൾ പഴയ നിരീശ്വരവാദമൊക്കെ മാറി ഈശ്വരവിശ്വാസത്തിലേക്ക് വരുന്നു. എമ്പാടും SNDP ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു, ഗുരുദേവ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ ഈഴവ സമുദായത്തിലുള്ളവര് സ്വന്തമായ ബിസിനസ്, ഇൻഡസ്ട്രി, അങ്ങനെയുള്ള മേഖലകളിലേക്ക് വരുന്നു. ലോക രാജ്യങ്ങളിൽ പോയി ബിസിനസ് ചെയ്യുന്നു, അതുപോലെ പഠിക്കുന്നു, ജോലിയെടുക്കുന്നു. അങ്ങനെ SNDPയുടെ വളരെ ശക്തമായ നേതൃത്വത്തിൽ ഈഴവ സമുദായം CPMന്റെ തുടലുകൾ പൊട്ടിച്ചെറിഞ്ഞ് സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ CPMന് അത് വളരെയേറെ ആശങ്കാകുലമായ കാര്യമാണ്. പഴയ കാലത്തൊക്കെ ശിവഗിരിയില് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ ഒരു ഷോയാണ് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് ശിവഗിരിയില് പ്രസംഗിക്കാൻ ഇടതുപക്ഷത്തിന്റെ CPMന്റെ നേതാക്കന്മാർ ചെല്ലുമ്പോൾ ഇടത്തും വലത്തും RSSകാര്, BJPക്കാര്, വിശ്വഹിന്ദു പരിഷത്ത്, ക്ഷേത്ര സംരക്ഷണ സമിതി എന്ന് വേണ്ട സംഘപരിവാറിന്റെ ഒരു വലിയ ഷോക്കേസ് പോലെ മാറുകയാണ് കാര്യങ്ങൾ. ഇത് തെല്ലൊന്നുമല്ല CPMനെ ഞെട്ടിക്കുന്നത്. മാത്രമല്ല UDFന് ആ രീതിയിലുള്ള ഒരു വലിയ മുൻതൂക്കം അവിടെ ലഭിക്കുന്നുമില്ല. ചുരുക്കി പറഞ്ഞാൽ ഹിന്ദുത്വത്തിലേക്കും അതുപോലെ സനാതനധർമ്മത്തിലേക്കും ശ്രീനാരായണ ഗുരുദേവൻ വഴികാട്ടിയത് ഇന്ന് ഈഴവ സമുദായം അപ്പാടെ അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവുകളാണ് ശിവഗിരി കുന്നിൽ നിന്ന് ഇപ്പൊ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത് ശിവഗിരി കുന്നിന് താഴോട്ടിറങ്ങി കേരളത്തിന്റെ എല്ലാ തെരുവീഥികളിലും ശിവഗിരി തീർത്ഥാടന യാത്രകൾ നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രദേശത്ത് നിന്നും, അതിപ്പോൾ SNDP ശാഖ ഈഴവർ എന്നുള്ളതല്ല, ഹൈന്ദവർ എന്നുള്ളതല്ല, മാനവരാശി മുഴുവൻ ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കി അംഗീകരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണല്ലോ. മാർപ്പാപ്പ പോലും റോമില് ഗുരുദേവന്റെ അവദാനങ്ങൾ വാഴ്ത്തിപ്പാടാൻ തയ്യാറായി. മാത്രമല്ല, മാർപ്പാപ്പ കേരളത്തിൽ വരുമ്പോൾ, ഇന്ത്യയിൽ വരുമ്പോൾ ശിവഗിരിയില് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ശിവഗിരി സന്ദർശിച്ചാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ കാലഘട്ടം നേരെ മാറി മറിയുകയാണ്. ഗുരുവിന്റെ പ്രഭാവം കൊണ്ട് ലോകം മുഴുവൻ അങ്ങനെ ഇളകി മറിയുകയാണ്. ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനാണ്, CPMനാണ് എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ചരിത്രപരമായ ആ മണ്ടത്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ചൈനയിൽ എന്തുകൊണ്ടാണ് ഇപ്പോഴും തളരാതെ നിൽക്കുന്നത്? ചൈനയുടെ ദേശീയത, ചൈനയുടെ സംസ്കാരം, അതിനെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം മുറുകെ പിടിക്കുന്നുണ്ട്. അതുകൊണ്ട് ചൈനയിൽ ഇന്നും കമ്മ്യൂണിസം ഉണ്ട്. പക്ഷെ മറ്റെല്ലാ രാജ്യങ്ങളിലും തകർന്നുപോയി, ഇന്ത്യയിലും തകർന്നുപോയി. കാരണം എന്താ? ഇവിടെ ശ്രീനാരായണ ഗുരുദേവനെ ചങ്ങലക്കിട്ട് വലിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ശ്രീനാരായണ ഗുരുവിനെ സിമന്റ് നാണു എന്ന് വിളിച്ച പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. അങ്ങനെ ശ്രീനാരായണ ഗുരുവിന്റെ അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തിൽ അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഈ സഖാവ് EMS നമ്പൂതിരിപ്പാടിനെ വിളിച്ചപ്പോ ഞാൻ വരില്ല എന്ന് ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കുകയും ലേഖനം എഴുതുകയും ചെയ്തയാളാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ EMS. EMS എന്ന് പറഞ്ഞു, ഞാൻ ഈ പരിപാടിയിൽ പങ്കെടുത്താൽ ഞാൻ ശ്രീനാരായണ ഗുരുവിനെയും അദ്ദേഹത്തിന്റെ ആദർശങ്ങളെയും അംഗീകരിക്കുന്നു എന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അരുവിപ്പുറം പ്രതിഷ്ഠയുടെ 100ാം വാർഷികത്തിൽ ഞാൻ പങ്കെടുക്കുകയില്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഈശ്വര വിശ്വാസിയല്ല. അവിടെ നിന്ന് പിണറായി വിജയനിലേക്ക് എത്തിയപ്പോഴേക്കും ആ പിണറായി വിജയൻ അതേ SNDPയുടെ പരിപാടിയിൽ ചെന്ന് ശ്രീനാരായണ ഗുരുദേവനെ വാഴ്ത്തിപ്പാടുന്ന പ്രസംഗമാണ് നമ്മൾ കണ്ടത്. പക്ഷേ അദ്ദേഹം സനാതനധർമ്മ വിശ്വാസി അല്ല എന്നുള്ള മണ്ടത്തരവും കൂടെ വിളിച്ചു പറഞ്ഞതോടെ അവശേഷിക്കുന്ന ഈഴവരും കൂടെ CPM വിട്ടുപോകും.
കാരണം ഈഴവരായിട്ടുള്ളവര് പണ്ടത്തെ കമ്മ്യൂണിസ്റ്റ് ഈഴവരല്ല. ഇന്നത്തെ ഈഴവര് കോളേജിൽ പോകുന്നുണ്ട്, ഡിഗ്രി PG എടുക്കുന്നുണ്ട്, പല ഭാഷകളിൽ പുസ്തകങ്ങൾ എഴുതുന്നവരുണ്ട്, വായിക്കുന്നവരുണ്ട്, പ്രസിദ്ധീകരണങ്ങളുണ്ട്, പണ്ഡിതന്മാരും പണ്ഡിതകളും ഉണ്ട്. ഗംഭീരമായിട്ടുള്ള രവിവാര പാഠശാലകളിലൂടെ SNDP യോഗത്തിന്റെ സ്റ്റഡി ക്ലാസ്സുകളിലൂടെ കമ്മ്യൂണിസ്റ്റുകാരനേക്കാൾ 1000 മടങ്ങ് വിവരങ്ങൾ ഗ്രഹിക്കുന്നവരുമാണ്. ഇതൊക്കെ മനസ്സിലായിട്ടുണ്ട് പിണറായി വിജയന്. അതുകൊണ്ട് കാൽക്കീഴിലെ മണ്ണ് ഊർന്നു പോകുന്നു എന്ന് ബോധ്യമായപ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വിചിത്രമായ ഒരു പ്രസ്താവന നടത്തി വീണ്ടും അവഹേളിതനായി പിണറായി വിജയൻ നിൽക്കുന്നത്. എന്നാല് സാറേ, നമ്മൾ ഈ പുലിമടയിൽ കയറി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് ശിവഗിരിയുടെ ആ ഒരു വലിയ സമ്മേളനം നടക്കുന്ന അതിൽ കയറി തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന, അതും ആരോ എഴുതി കൊടുത്ത് കൊണ്ടുവന്ന് വായിക്കുന്ന പ്രസംഗം കണ്ടുവെന്നുണ്ടെങ്കിൽ ഇയാൾ എന്ത് ധൈര്യത്തിലാണ് സാർ ഇത്തരത്തിലൊരു പ്രസംഗം നടത്തുന്നത്? അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതായത് ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഒരാളെ ക്ഷണിക്കുമ്പോൾ ശിവഗിരിയുടെ ഒരു സംസ്കാരം അനുസരിച്ച് അദ്ദേഹം എന്തു പറഞ്ഞാലും അവരെ ഇറക്കി വിടുവൊന്നുമില്ല, തടയുകയില്ല, ചീത്ത വിളിക്കുകയില്ല. നമുക്കറിയാം, വെള്ളാപ്പള്ളി നടേശൻ മുഖത്ത് നോക്കി കാര്യം പറയാൻ ഒരു മടിയില്ലാത്ത മഹാധീരനായിട്ടുള്ള ഒരു നേതാവാണ്. ഹിന്ദുത്വത്തോട് അങ്ങേയറ്റത്തെ കൂറ് തുറന്ന് പ്രഖ്യാപിക്കാൻ മടിയില്ലാത്ത വ്യക്തിയാണ്. ഉരുളയ്ക്കുപ്പേരി കൊടുക്കാൻ അറിയാവുന്ന ആളാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന രാഷ്ട്രീയ, സാമൂഹ്യ, സാമുദായിക നേതാക്കളെ മുഴുവൻ എടുത്താൽ ഇത്രയും നിർഭയനായ, തുറന്നടിക്കാൻ ചങ്കൂറ്റമുള്ള ഒരു നേതാവ് ഇന്ന് വേറെ ഇല്ല. അത് വെള്ളാപ്പള്ളി നടേശനാണ്. പക്ഷെ അദ്ദേഹം ആ വേദിയിൽ ഉണ്ടായിരുന്നിട്ട് പോലും അദ്ദേഹം സംയമനം പാലിക്കുകയും മുഖ്യമന്ത്രി വേദി വിട്ടു പോയതിനു ശേഷം പറയേണ്ടത് വല്ല വൃത്തിയായിട്ട് പറയുകയും ചെയ്തു വെള്ളാപ്പള്ളി നടേശൻ. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ശിവഗിരി ആയതുകൊണ്ടാണെന്ന് ഞാൻ പറയും. ശിവഗിരിക്ക് പുറത്തേതെങ്കിലും സ്റ്റേജിൽ വെച്ചായിരുന്നു ഈ സംഭവമെങ്കിൽ അപ്പോൾ അവിടെ എഴുന്നേറ്റ് നിന്ന് മൈക്ക് മേടിച്ച് 4 എണ്ണം പറയും. ഒരു മടിയില്ല കാര്യത്തിൽ. പലരും പറയാറുണ്ട് പിണറായി വിജയൻ ഇദ്ദേഹത്തെ പോക്കറ്റിലിട്ടിരിക്കുകയാണ്, തല കക്ഷത്തിൽ വെച്ചിരിക്കുകയാണ്, അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ കേസ് എടുത്ത് പേടിപ്പിച്ച് വിരട്ടി വെച്ചിരിക്കുകയാണ്. അതൊക്കെ വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. വെള്ളാപ്പള്ളിയെ വരട്ടാൻ മാത്രമൊന്നും ഇദ്ദേഹം വളർന്നിട്ടില്ല. അത് വെള്ളാപ്പള്ളിയുടെ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തവുമാണ്. പക്ഷെ പിണറായിയേക്കാൾ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെക്കാൾ മാന്യതയും മര്യാദയും സംസ്കാരവും കുലീനതയും വെള്ളാപ്പള്ളിക്കും അദ്ദേഹത്തിന്റെ സമുദായത്തിനും SNDPക്കും ഉള്ളത് കൊണ്ട് അവിടെ വെറുതെ വിട്ടു എന്ന് മാത്രം കരുതിയാൽ മതി. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റു വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചു കൊള്ളട്ടെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.